ഒരാള് ഗീബത്ത് പറഞ്ഞു പോയാൽ അവനക്ക് ലഭിക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ്? ഒരാള് നാവിനെ സൂക്ഷിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു, മറ്റുള്ളവരെ ഫസാദ് പറഞ്ഞു, അവൻക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ പ്രിയപ്പെട്ട മഹത്തുക്കൾ പഠിപ്പിക്കുകയോ, അല്ലാഹുവേ ഗീബത്ത് പറയുന്നവർക്ക് ഒന്നാമതായി പടച്ചുറപ്പ് കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? യസീറു ബൈദൻ മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹു പടച്ചുറപ്പ് അവനെ വിദൂരത്താക്കുമെന്ന് അല്ലാഹുവിന്റെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. പിന്നെ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കൂല. അല്ലാഹുവേ ഞങ്ങളെ കാത്തു രക്ഷിക്കണോ അല്ലാഹ്. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് യഖ്തഉൽ മലായികതു അൻഫുസുഹാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുണ്ടല്ലോ അവനോടുള്ള സഹവാസം നിർത്തുകയാണ്. പിന്നെ അവന്റെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ കടന്നു വരൂലോ. അല്ലാഹുവേ ഞങ്ങളെ കാത്തു രക്ഷിക്കണമല്ലോ. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ, മറ്റുള്ളവരെ ഈബത്ത് പറയുമ്പോ, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് നമ്മളിവനെ പറഞ്ഞു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ പ്രിയപ്പെട്ട മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് യസ്ഹുത്തുല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ കോപമാണ് അവന്റെ മേൽ. ഒരാളെ ഈബത്ത് പറഞ്ഞാൽ അള്ളാന്റെ കോപമായിരിക്കും നമ്മുടെ മേൽ ഉണ്ടാകുക എന്ന് അള്ളാന്റെ മഹത്തുക്കൾ പഠിപ്പിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാനിപ്പോ ഒരാൾ കുറ്റം പറഞ്ഞാൽ പടച്ചോനക്ക് ഇന്ന വെറുപ്പവും അള്ളാഹു കാക്കട്ടെ. നമ്മൾ പറയും ഞാൻ ഓനെ പറ്റി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഞാൻ കേട്ടിട്ടല്ലോ. ചിലവർ അങ്ങനെ പറയാം, കേൾക്കാൻ നല്ല സുഖമാണ് അല്ലെ, മറ്റൊരാളെ കുറ്റം അങ്ങനെ കേൾക്കാൻ ഒരു വല്ലാത്തൊരു റാഹത്താണ്. എന്നാ നബി തങ്ങൾ പറയുന്നുണ്ട് ഈബത്ത് പറയുന്നവനും അതിനെ കേൾക്കുന്നവനും ഒരുപോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈബത്ത് പറയുന്നവനും അത് കേൾക്കും. ഞാൻ കേട്ടിട്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ കേട്ടോ, കേൾക്കാൻ നിന്നോ, ഈബത്ത് പറഞ്ഞവന്റെ അതേ ശിക്ഷയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ